നമസ്കാരം, ടൈം മീഡിയയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു ജോലി തിരക്കിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുമ്പോഴോ ആയിരിക്കും നിങ്ങളുടെ ഫോണിലേക്ക് ഒരു പ്രത്യേക കോൾ വരുന്നത്. ആ കോൾ ഇങ്ങനെയായിരിക്കും: സാർ, നിങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ പേഴ്സണൽ ലോൺ പാസ്സായിട്ടുണ്ട്, ഉടൻ തന്നെ ക്ലെയിം ചെയ്യുക. കേൾക്കുമ്പോൾ വലിയ സന്തോഷം തോന്നാം, കാരണം സാമ്പത്തികമായി നട്ടം തിരിഞ്ഞിരിക്കുമ്പോൾ ആയിരിക്കാം ഇത്തരം ഒരു കോൾ നിങ്ങളെ തേടിയെത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും സന്തോഷം തോന്നും, ദൈവം കൊണ്ടെത്തുന്ന വഴിയാണല്ലോ ഇതെന്ന്, അല്ലേ? എന്നാൽ ഈ സന്തോഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ശൂന്യമാക്കാനുള്ള ഒരു കെണിയാണെങ്കിലോ? അങ്ങനെയൊന്നും ചിന്തിച്ചുകൂടെ? ഇന്ന് കേരളത്തിൽ ഉൾപ്പെടെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ലോൺ തട്ടിപ്പുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ഇത്തരം കോളുകളെ അപകടകരമായ കോളുകളാണെന്ന് എങ്ങനെ തിരിച്ചറിഞ്ഞാൽ എങ്ങനെ പ്രതിരോധിക്കാം? അതാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം. എങ്ങനെയാണ് ഈ തട്ടിപ്പുകാർ നമ്മളെ സമീപിക്കുന്നത്? പ്രധാനമായും 3 രീതികളിലാണ് അവർ വരുന്നത്. 1, നേരിട്ടുള്ള ഫോൺ കോളുകൾ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെയുള്ളത്. 2, വാട്സാപ്പിലൂടെയുള്ള സന്ദേശങ്ങൾ. അത്തരം സന്ദേശങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ധാരാളം ഇതിനോടകം വന്നിട്ടുണ്ടാവും. ഇനി 3ാമതായി, സോഷ്യൽ മീഡിയയിലെ ആകർഷകമായ പരസ്യങ്ങളിലൂടെ. ഇവരുടെ പ്രധാന വാഗ്ദാനം സിബിൽ സ്കോർ നോക്കാതെ ലോൺ നൽകാം എന്നതാണ്. ഒരുമാതിരിപ്പെട്ട മലയാളികളുടെ എല്ലാം സിബിൽ സ്കോർ ഇടിഞ്ഞതാണ് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു ഓഫർ കിട്ടുമ്പോൾ അവർ അതിലേക്ക് എത്തി നോക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്നാൽ സാധാരണ ഒരു ബാങ്കിലും നടക്കാത്തൊരു കാര്യം ഇത്. സിബിൽ സ്കോർ മോശമായവർക്ക് ഇപ്പോൾ ഒരു ബാങ്കിൽ ലോൺ നൽകാറില്ല. നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരിക്കുന്ന സമയമാണെങ്കിൽ ഇത്തരം വാഗ്ദാനങ്ങളിൽ പെട്ടെന്ന് നമ്മൾ വീണു പോകും. പക്ഷെ ഓർക്കുക, നമ്മുടെ നാട്ടിലെ ഒരു ബാങ്കും ചാരിറ്റി പ്രവർത്തനമല്ല നടത്തുന്നത്. അവർക്കതൊരു ബിസിനസ് തന്നെയാണ്. നമ്മൾ അവരുടെ ഒരു ഇരയുമാണ്. അവർ നമുക്കൊരു ലോൺ തരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ നിന്ന് അവർ ധാരാളം പണം പലിശ ഇനത്തിൽ ഈടാക്കിയിരിക്കും, സംശയം വേണ്ട. പക്ഷെ നമ്മുടെ നാട്ടിലെ ബാങ്കുകാർ ഒരിക്കലും നിങ്ങളെ വിളിച്ച് ലോൺ തരട്ടെ എന്ന് ചോദിക്കാറുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ അങ്ങോട്ട് ചെന്ന് ആവശ്യപ്പെടുന്നു, അവർ ലോൺ തരുന്നു, അതിന് ന്യായമായ പലിശയും മറ്റ് ഫീസുകളും അവർ നമ്മിൽ നിന്ന് ഈടാക്കുന്നു. എന്നാൽ നിങ്ങൾ അപേക്ഷിക്കാതിരിക്കെ തന്നെ ലക്ഷക്കണക്കിന് വരുന്ന ഒരു തുക നിങ്ങൾക്ക് ലോണായിട്ട് അനുവദിക്കുന്ന ഈ കമ്പനികളുടെ കാര്യമാണെങ്കിലോ? ഇത്തരം ലോൺ കോളുകൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. സാറിനൊരു ലോൺ പാസ്സായിട്ടുണ്ട്, പക്ഷെ അത് റിലീസ് ചെയ്യാൻ പ്രോസസ്സിംഗ് ഫീസ് അല്ലെങ്കിൽ GST അടയ്ക്കണമെന്ന് അവർ ആദ്യം പറയും. ഇതിനായി ഒരു ചെറിയ തുക നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർ വാങ്ങും. ഒരിക്കൽ പണം നൽകിയാൽ പിന്നെ പല കാരണങ്ങൾ പറഞ്ഞ് അവർ ദിവസവും നിങ്ങളെ പിഴിഞ്ഞുകൊണ്ടേയിരിക്കും. ഓർക്കുക, യഥാർത്ഥത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ ഇത്തരം ഫീസുകൾ ലോൺ തുകയിൽ നിന്നാണ് കുറയ്ക്കുന്നത്, അല്ലാതെ പണമായി നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർ ആവശ്യപ്പെട്ട് വാങ്ങാറില്ല. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ്, ഇത്തരം ലോൺ കോളുകളിൽ ഒരു ലിങ്ക് അയച്ചു തന്നിട്ട് അതിലൂടെ തരുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. ഈ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ എന്താണോ സംഭവിക്കുന്നത്? നിങ്ങളുടെ ഫോണിലെ കോണ്ടാക്റ്റുകൾ, ഗാലറി, മെസ്സേജുകൾ, അതായത് നിങ്ങളുടെ സ്വകാര്യമായ ഫോട്ടോകൾ, വീഡിയോകൾ, ടെക്സ്റ്റ് മെസ്സേജുകൾ എന്നിവയിലേക്കൊക്കെ അവർക്ക് നിങ്ങൾ ഫ്രീ ആയിട്ടൊരു ആക്സസ് കൊടുക്കുകയാണ്. ഇനി പറയാൻ പോകുന്ന മറ്റൊരു തന്ത്രമാണ്. ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്ന് പരിചയപ്പെടുത്തി ആരെങ്കിലുമൊക്കെ നിങ്ങളെ വിളിക്കും. എന്നിട്ട് നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ വന്നിരിക്കുന്ന OTP വേഗമൊന്ന് പറഞ്ഞു തരണേ എന്നാവശ്യപ്പെടും. നിങ്ങളുടെ OTPയും പിൻ നമ്പറും ഒക്കെ അവർ ചോദിക്കും. ഒരു കാരണവശാലും അതൊന്നും നൽകരുത്. ഒരു യഥാർത്ഥത്തിലുള്ള ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ഇത്തരം ഫോൺ കോളുകൾ ഒരിക്കലും നിങ്ങൾക്ക് വരികയില്ല. അവരാരും തന്നെ നിങ്ങളുടെ പിൻ നമ്പർ ചോദിക്കുകയുമില്ല. ഇത് ഒരിക്കലും നൽകരുത്. പിന്നെയുള്ളൊരു സന്ദർഭമാണ് അനാവശ്യമായ ധൃതി. സാർ, ഇന്ന് രാത്രിക്ക് മുമ്പ് തന്നെ സാർ മറുപടി പറഞ്ഞില്ലെങ്കിൽ ഈ ചാൻസ് മറ്റൊരാൾക്ക് പോകും, പിന്നെ സാറിന് ഈ ചാൻസ് കിട്ടില്ല, സാറിന്റെ ചാൻസ് നഷ്ടപ്പെടുത്തരുത്, ഇന്ന് തന്നെ ഇത് ചെയ്തില്ലെങ്കിൽ ഈ ഓഫർ പോകുവേ എന്നൊക്കെ പറഞ്ഞ് അവർ നിങ്ങളെ വളരെ സമ്മർദ്ദത്തിലാക്കി കളയും. നിങ്ങൾക്ക് ചിന്തിക്കാനോ മറ്റൊരാളോട് ഈ വിഷയം സംസാരിക്കാനോ സമയം നൽകാതിരിക്കുക എന്നതാണ് ഇവരുടെ തന്ത്രം. പണം നഷ്ടപ്പെടുന്നത് മാത്രമല്ല ഇവിടെ പ്രശ്നം. വ്യാജ ലോൺ ആപ്പുകൾ വഴി ലോൺ എടുത്തു പോയാൽ പിന്നീട് അവർ നിങ്ങളുടെ ഫോണിലെ വിവരങ്ങൾ ഉപയോഗിച്ച് നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുത്ത് അവർ നിങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി വലിയ തുകകൾ ഇവർ നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കും. ഇതെല്ലാം ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. പലരെയും ഇത്തരക്കാർ ആത്മഹത്യ ചെയ്യിച്ചിട്ടുണ്ട്. മറ്റു ചിലരെ ആത്മഹത്യയുടെ വക്കിൽ തന്നെ എത്തിക്കാൻ ഈ സൈബർ ക്രിമിനലുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ നമുക്ക് സുരക്ഷിതരാകാമെന്ന് നോക്കാം. അനാവശ്യ കോളുകൾ വരുമ്പോൾ അതിനെ അവഗണിക്കുക. ട്രൂ കോളർ പോലുള്ള ആപ്പുകൾ ഉപയോഗിച്ച് സ്പാം കോളുകളെ തിരിച്ചറിയുക. വായ്പ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്കിന്റെ ശാഖയിൽ നേരിട്ട് പോവുക, അല്ലെങ്കിൽ ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് മാത്രം ഉപയോഗിക്കുക. ഫോണിൽ വരുന്ന OTP ആരുമായും ദയവായി പങ്കുവെക്കരുത്. നിങ്ങളുടെ ടെലികോം പ്രൊവൈഡർ വഴി DND സേവനം, അതായത് ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന സേവനം ആക്ടിവേറ്റ് ചെയ്യുക. അറിയുക, നിങ്ങളുടെ ജാഗ്രതയാണ് നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ കാവൽക്കാരൻ. പണം നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ ഇത്തരം ഭീഷണികൾ നേരിട്ടാലോ നിങ്ങൾ ഭയപ്പെടരുത്, പാനിക്കാവരുത്. ഉടൻ തന്നെ 1930, ഓർത്തിരിക്കാൻ എളുപ്പമാണ്, 1930 എന്ന നമ്പറിൽ സൈബർ പോലീസിനെ നിങ്ങൾ അപ്പോൾ തന്നെ വിവരമറിയിക്കണം. അല്ലെങ്കിൽ www.cybercrime.gov.in എന്ന പോർട്ടൽ വഴി
വേഗത്തിൽ പരാതി നൽകും. പ്രായമുള്ളവരായിരിക്കും മിക്കവാറും ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ വീണുപോകുന്നത്. അതുകൊണ്ട് ഏറെ ജാഗ്രത കാണിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരാൾ കൂടി ഈ ചതിയിൽ പെടാതിരിക്കട്ടെ. ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കും അറിവുകൾക്കുമായി ദി ടൈം മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.